അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ഇരിക്കുന്ന നമ്മുടെ കാർട്ടൂൺ എഡിറ്റിംഗ് ആണ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയാലും ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന നമ്മുടെ കാർട്ടൂൺ എഡിറ്റിങ്ങിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇറ്റ്സ് മൈ ജോയൽ ആൻഡ് യു ആർ വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഈ കാർട്ടൂൺ എഡിറ്റിങ്ങിന് ആവശ്യമായിട്ടുള്ളത് രണ്ട് ആപ്പാണ് മെയിനായിട്ടും. ഒന്ന് ട്യൂൺ എന്ന് പറഞ്ഞ ആപ്പും രണ്ടാമത് നമ്മുടെ നോർമൽ പിക്സാർട്ട് എന്ന് പറഞ്ഞ നമ്മുടെ എഡിറ്റിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന പിക്സാർട്ട് എന്ന് പറഞ്ഞ ആപ്പ്. ഈ രണ്ട് ആപ്പുകളാണ് നമുക്ക് ഈ എഡിറ്റിങ്ങിന് വേണ്ടുന്നത്. അപ്പോൾ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടും പിന്നെ ഇതിന്റെ ക്യാരക്ടേഴ്സിന്റെ ആ ഡ്രസ്സ് കാര്യങ്ങളുടെ ലിങ്ക് പിന്നെ ഈ ആപ്പുകളുടെ ലിങ്ക് കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ കാർട്ടൂൺ എഡിറ്റിംഗിന്റെ പ്രോസസ്സിന്റെ സ്ക്രീൻ റെക്കോർഡിംഗിലേക്ക് നമുക്ക് പോകാം. ജസ്റ്റ് വാച്ച്. ഫ്രണ്ട്സ്, അപ്പം നമുക്ക് ഈ എഡിറ്റിംഗ് ചെയ്യാൻ വേണ്ടി രണ്ട് ആപ്പാണ് നമുക്ക് മെയിനായിട്ട് യൂസ് ചെയ്യേണ്ടത്. ഒന്ന് ട്യൂൺ ആപ്പ് എന്ന് പറഞ്ഞ ആപ്പും രണ്ടാമെന്ന് പറയുന്നത് പിക്സാർട്ടും. ഈ രണ്ട് ആപ്പ് ഉപയോഗിച്ചാണ്. അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ട്യൂൺ ആപ്പ് ഓപ്പൺ ചെയ്യുക. ട്യൂൺ ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ഗാലറിയിൽ നിന്ന് നമ്മുടെ ഒരു പിക്ക് നമ്മൾ ചൂസ് ചെയ്യുക. ഏതാണോ എഡിറ്റ് ചെയ്യേണ്ടത് ആ ഒരു പിക്ക് നമ്മൾ ചൂസ് ചെയ്തതിന് ശേഷം ജസ്റ്റ് നമ്മളതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അഡ്ജസ്റ്റ് ചെയ്യുമ്പം ഈ താഴെ ഈ ആപ്പിൻ്റെ ലോഗോ വരും. അപ്പോൾ അതനുസരിച്ച് അത് നമുക്ക് ഇറേസ് ചെയ്യേണ്ടതുണ്ട്. അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ പിക്ക് അഡ്ജസ്റ്റ് ചെയ്യുക. എന്നിട്ട് അത് ഓക്കെ കൊടുക്കുക. അങ്ങനെ നമുക്ക് ഈ ഒരു രീതി നമുക്ക് കിട്ടും. നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ ഒരു ആഡ് വരും. അത് സ്കിപ്പ് ചെയ്യുക, ക്ലോസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് മുകളിൽ അപ്ലൈ ക്ലിക്ക് ചെയ്യുക. അപ്ലൈ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ സേവ് കൊടുക്കുക. അതപ്പോൾ നമ്മുടെ ഗാലറിയിൽ സേവ് ആവും. ഓക്കെ, അപ്പോൾ അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പാണ് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്ത വർക്ക് പിക്സാർട്ടിലാണ്. അപ്പം ട്യൂൺ ആപ്പിൻ്റെയും പിക്സാർട്ടിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ പിക്സാർട്ട് ഓപ്പൺ ആക്കുക. ഈ ബാക്ക്ഗ്രൗണ്ടിൽ മറ്റൊരു സെറ്റിങ്സ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ടൂൾസ് നമ്മൾ സെലക്ട് ചെയ്യുക. ഈ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കളർ ചേഞ്ച് ചെയ്യണം. ടൂൾസ് നമ്മൾ ചൂസ് ചെയ്തതിന് ശേഷം അഡ്ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഹ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ ചേഞ്ച് ആയി കിട്ടും. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഒരു കളർ നമുക്ക് ചൂസ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ടിന് നമുക്ക് കൊടുക്കാവുന്നതാണ്. അങ്ങനെ പിക്സാർട്ട് നമ്മൾ ഓപ്പൺ ആക്കിയതിന് ശേഷം നമ്മുടെ ഗാലറിയിലുള്ള നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ചൂസ് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ടും നമ്മുടെ ക്യാരക്ടേഴ്സിൻ്റെ ഈ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ചൂസ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ആഡ് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക. ആഡ് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ടുന്ന ക്യാരക്ടർ നമുക്ക് ചൂസ് ചെയ്യാം. അതും ആ ക്യാരക്ടറും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പം അത് ചൂസ് ചെയ്യുക. ഈ ഫേസ് നമ്മൾ ചൂസ് ചെയ്തതിന് ശേഷം ആഡ് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് പറയുന്നത് സൈസ് ജസ്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്യുക. അത് കഴിഞ്ഞ് നമുക്ക് ഈ ഫേസിൻ്റെ പാർട്ട് നമുക്കൊന്ന് സ്റ്റോപ്പ് ചെയ്യുന്നതിനായി ഈ കട്ട് ഔട്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് പേഴ്സൺ നിങ്ങൾ ചൂസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് നമുക്ക് കിട്ടും. നമ്മൾ ജസ്റ്റ് സേവ് കൊടുത്താൽ മതി. സേവ് ചെയ്യുമ്പം ഇങ്ങനെ നമുക്കത് കിട്ടും. പിന്നെ അടുത്തുള്ള ഒരു പാർട്ടാണ് ഈ മുകളിലത്തെ ഇറേസ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാൻ മുമ്പേ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ ഈ ആപ്പിൻ്റെ ലോഗോ വരും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ സെലക്ട് ചെയ്യാവും. നമ്മൾ ജസ്റ്റ് പാർട്ടൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇറേസ് ചെയ്ത് കൊടുക്കുക. നൈസായിട്ടൊന്ന് ഇറേസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ടിക്ക് കൊടുക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുക.
ജസ്റ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ കളർ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. കളർ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് നമ്മൾ ടെമ്പറേച്ചർ ജസ്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്യുക. അതോടൊപ്പം തന്നെ സാച്ചുറേഷനെ ജസ്റ്റ് ബ്രൈറ്റ്നസ് ജസ്റ്റ് ഒന്ന് കുറയ്ക്കും. ഓക്കെ. അപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് നമ്മുടെ പിക്ക്. ജസ്റ്റ് നമ്മൾ സേവ് ചെയ്യുക. അപ്പോൾ എങ്ങനെയുണ്ട് ആ പിക്ക്? ഇത് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഷെയർ ചെയ്ത് എല്ലാവരും പോയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് കാണിച്ചുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.